നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ധൈര്യമില്ലാത്തവർ പോലും ഈ കൂട്ടം കൂടുമ്പോൾ അവർക്കൊരു ധൈര്യം വരുന്നു. ഒരു കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ തലത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ചേതോപകാരവും പെട്ടെന്നുള്ള ഒരു പ്രോത്സാഹനവും കൂടി ലഭിക്കുന്നു. അപ്പോൾ ഏറ്റവും അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. കാരണം ഒരു ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല. എല്ലാവരുടെയും മേലെ ഉത്തരവാദിത്വം വരുന്ന ഒരു 10 പേര് 12 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അത്രയും പേരുടെ മേൽ ഉത്തരവാദിത്വം വരുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പോകാം എന്നുള്ള ഒരു തെറ്റായ ധാരണയും ഈ കുട്ടികളെ ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത. പക്ഷേ ഡോക്ടറെ, ഈ സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, അവനെ തീർക്കണം എന്ന് പറയുന്നുണ്ട് വ്യക്തമായ ഓഡിയോയിൽ. അത്രയും ഒരു ക്രൂര ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘടകങ്ങൾ, ഈ സിനിമ, നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാഴ്ചകൾ, അങ്ങനെ ഈ കൊലപാതകങ്ങൾ അങ്ങ് നിസ്സാരവൽക്കരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് കിട്ടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ചിന്തകൾ എന്നൊക്കെ പറയുന്നത്. അതുവരെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ ആയിരുന്നെങ്കിൽ പിന്നീട് അത് ക്ലിയറിൽ നിന്നും സഹപാഠികളിൽ നിന്നും സിനിമയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പുറമേ നിന്നുള്ള ഇൻഫ്ലുവൻസിൽ നിന്നും അവർക്ക് അവരെ കണ്ടമാനം ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതിനും പ്രചോദരാകുന്നതിനും സാധ്യതയുണ്ട്. അതിൽ വരുന്ന ഒരു പ്രധാന ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ സിനിമയ്ക്ക് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. എ റേറ്റഡ് മൂവീസ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ചില സിനിമകൾ കുട്ടികളെ കാണിച്ചുകൂടാ, അല്ലെങ്കിൽ ചില സിനിമകൾ കുട്ടികൾ കണ്ടാൽ അവരെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അവർക്ക് അതിൽ നിന്നും ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടല്ലേ സെൻസറിംഗ് ബോർഡ് വരുന്നതും കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്നുള്ളതും. അതുപോലെ തന്നെ UA റേറ്റിംഗ് വരുന്നതും. UA റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 13 വയസ്സിന് മുകളിലുള്ളവർ പേരൻസിന്റെ അനുഭവത്തോടെ അല്ലാതെ കാണരുത് എന്നുള്ളൊരു സ്ഥിതി വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഇൻഫ്ലുവൻസസ് കുട്ടികൾക്ക് വരാം. അത് തന്നെയല്ല, ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഇൻസെൻസിറ്റിവിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ കൊലപാതകം കണ്ടാലോ അല്ലെങ്കിൽ ചോര കണ്ടാലോ അവർക്ക് പണ്ടത്തെ പോലെ സാധാരണ ആൾക്കാർക്കുണ്ടാകുന്ന ഞെട്ടലോ അറപ്പോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് എല്ലാ ദിവസവും സ്ക്രീനിൽ ഇത്തരം രംഗങ്ങൾ കണ്ട് അവരുടെ തലച്ചോറ് അതുമായിട്ട് ശീലിച്ചു പോകുന്നു, അത് പൊരുത്തപ്പെട്ടു പോകുന്നു. അപ്പൊ അവർക്ക് പൊതുവെയുള്ള ഒരു അവരുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു, അവർ ഡീസെൻസിറ്റൈസ്ഡ് ആയി മാറുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു നിത്യസംഭവമായി മാറുന്ന ഒരു പ്രതീതിയും കൂടെ വരുന്നത് കൊണ്ട് ഇതിലേക്ക് പുറപ്പെടുന്നതിനും അല്ലെങ്കിൽ ഇത് അക്രമം ചെയ്യുന്നതിനോ കൊലപാതകം ചെയ്യുന്നതിനോ അവർക്ക് ഒരു ഇൻഹിബിഷൻ ഇല്ലായ്മ വരുന്നു. അപ്പൊ ഈ സാഹചര്യങ്ങളും കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗത്തിന്റെ അതിപ്രസരമായിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും അത് അക്രമ വാസന കൂട്ടുന്നതിനും അല്ലെങ്കിൽ ക്രിമിനൽ വാസന കൂട്ടുന്നതിനും അല്ലെങ്കിൽ ഇൻഹിബിഷൻ എടുത്ത് കളയുന്നതിനും പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്ത് ചാടുന്നതിനും ഒക്കെയും ഒരു കാരണമായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതുമാണ്.